ഈ ദിലീപിന്റെ ഒരു കാര്യേ അയാളെ രസിക്കണത് ആ സീനെ ഇപ്പോഴെന്താ ഈ നേരത്ത് പറയടേ. ആ പോയടി പെണ്ണ അവിടുന്ന് ഓരോ മീറ്റപ്പ് തന്നെ കഴിഞ്ഞിട്ട് മനുഷ്യന് ക്ഷീണം സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ വരെ യാത്ര ചെയ്യാൻ എന്നെ കൊണ്ട് വെയ്യ മോളെ. ആ നിങ്ങക്ക് അതൊക്കെ പറഞ്ഞാ മതി. നിങ്ങളെ ആകെ 1/2 കിലോമീറ്റർ ഉള്ളൂ. ഞാനിവിടുന്ന് എങ്ങനെ ഓടി വരണം അങ്ങോട്ട്? പോയെ പോയെ പോയെ. ആ ഇൻഷാ അല്ലാ നമുക്ക് കൂടാടി, സമാധാനപ്പെട്. എന്റെ കെട്ടിയവനോട് ഇപ്പൊ ഒന്ന് പറയുമ്പത്തിനും എന്റെ നെഞ്ഞത്തോട്ടുണ്ട് കയറും. ഇജിപ്പൊ എന്നെ കൂടിയത് ചോദിച്ചിട്ട്. അല്ല എന്താ നമ്മുടെ ടൂറിന്റെ കാര്യവും? ടൂർ പോണുണ്ടെങ്കി ആ എന്താ ചെക്കന്മാരെന്താ വണ്ടി ഓടിക്കണതിന്റെ ഒച്ചയാണ്. ആ അപ്പൊ നോക്കണ്ട ആവശ്യമില്ല. ആ ഏത് സെക്കീനെ? ആ ഏ എന്നിട്ട് ഫൈനാലി രാജുവോൻ പടച്ച തമ്പുരാനെ ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ ഇപ്പൊ എന്നെ ഉണ്ടായത്? ഇല്ല മോളെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഇല്ല അമ്മ വിളിച്ച് പറയും ചെയ്തില്ല. 2 മാസായോ? ഇല്ല 1 മാസാ. ശരി. പാവല്ലേ, ചെറിയ പൊടിക്കുട്ടികളല്ലേ. ആ അള്ളാഹു കബറിടം വിശാലാക്കി കൊടുക്കട്ടെ. അതെ അതെ ആമീൻ. മോനാ അതെ എവിടുന്ന കിട്ടിയത്? എന്റെ പടച്ച തമ്പുരാനെ, എങ്ങനെ സ്നേഹിച്ചു നടന്നിരുന്ന ആസീന ഓല്. എന്ന് കിട്ടിയത്? 10 ദിവസായാ? അപ്പോ 20 വയസ്സാകുമ്പത്തിനും ഓ ആ പെൺകുട്ടിയുടെ 40 കൂടിയും കഴിഞ്ഞിട്ടില്ല. ആടി ശരിയാച്ചു പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മള് പെണ്ണുങ്ങൾക്കൊക്കെ എന്ത് വാല്യൂ ഉള്ളത്? ഇന്റെക്കാടെ പോലെ അല്ലട്ടാ. മൂപ്പരാൾക്ക് ഞാനും കുട്ടികളൊക്കെ തന്നെ ഉള്ളു മൂപ്പരാളെ മനസ്സില്. അത് കഴിഞ്ഞിട്ടേ മൂപ്പരാളമ്മാക്കും കൂടി സ്ഥാനമുള്ളൂ. ഒന്ന് പോടി പന്നിയോർന്ന് മനുഷ്യനെ പേടിപ്പിക്കാതെ. മൂപ്പരാളൊന്നും അങ്ങനെയല്ല. എന്നാ ശരി എന്നാ. വണ്ടാറണങ്ങാനായിട്ട് ഞങ്ങാനും വല്ല പ്രേമോ എന്തെങ്കിലും ഉണ്ടാവോ? എന്നെ മരിക്കാൻ കാത്തിരിക്കാവോ? കോപ്പ് മനസമാധാനം പോയി. ഇക്കാ 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 ഈ മനുഷ്യനത് എവിടെ? ഇവിടെ ഒത്തിരിക്ക. എന്തേ? നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ. എന്താ ഭവതി അവിടത്തേക്ക് എന്നോട് ഉരയ്ക്കാനുള്ളത്? ഉര ചെയ്തോളൂ. അതെന്തീ ഉരക്കല്? പറഞ്ഞോന്ന് എന്താണ്? ഒന്നുമില്ല. കടിച്ചതാ നിൽക്കുന്നത് മനുഷ്യന്മാരോട് അടുത്ത്. അല്ല പറഞ്ഞതാണേ. ഒന്ന് എടുത്തേക്കോ, രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ. നല്ല നല്ല പെൺകുട്ടികളുണ്ട് ഇതില്. നല്ല നല്ല പെൺകുട്ടികളൊക്കെ റീൽസിലാണല്ലേ. ഇതൊക്കെ കാണുമ്പോഴാണ് അന്നടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നു. അത് പറഞ്ഞത് നിങ്ങൾ ശരിയാ. ആരാന്റെ പെണ്ണുങ്ങളെ അല്ലെങ്കിലും നോക്കാൻ അപ്പുറത്ത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നിങ്ങളെ പെണ്ണും ബാക്കിയുള്ളവർക്ക് ആരാനാ? അതെ അതറിയില്ല. ആയിക്കോട്ടെ എന്നാ ഞാൻ കഴിച്ചില്ലായല്ലോ, രക്ഷപ്പെട്ടെന്നാ. ഞാൻ ഇപ്പൊ ഒരു സങ്കടകരമായ കാര്യങ്ങളോട് പറയാൻ വേണ്ടി വന്നതാ. പറയൂ. അതവിടെ നിക്കട്ടെ. എല്ലാം ഞാൻ ഇങ്ങോട്ടൊരു ചോദ്യം ചെയ്യട്ടെ. ഇനിയിപ്പോ എന്താണ് എന്നോട് ഈ കാലത്ത് ചോദ്യം ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. നിങ്ങൾ മനസ്സിൽ തട്ടി ഉത്തരം പറഞ്ഞോ. ഞാൻ എന്റെ മനസ്സ് തട്ടിയിട്ടാണ് ഉത്തരം കണ്ടു തരുള്ളൂ. ചോദിച്ചോ. ഞാൻ എങ്ങാനും മരിച്ചാലേ നിങ്ങൾ ആരെന്ത് ചെയ്യാം? എന്നെ കൊണ്ട കുഴിച്ചിടും, ഖബറടക്കും.
എന്റെ ഖബർ വിശാലാക്കി തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്തേ ഇപ്പൊ എല്ലാരും മരിച്ച അങ്ങനെയൊക്കെ തന്നെ ചെയ്യാ. ഞാൻ മരിച്ചാലും നിങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ ചെയ്യാ? അല്ല, ഞാൻ ആദ്യം ജീപ്പ് സെറ്റിന് വാടക കൊടുക്കുക, വിളിച്ചു പറയണ്ട പള്ളിക്കൽക്ക്. അതാ ഞാൻ ആദ്യം ചെയ്യാം. എന്റെ കോമഡി ഈടായിട്ട് നല്ല വളർന്നുണ്ടാ. ഈ വളരോടെ ഇനിയും വളരൂ. ഈ റീൽസ് ഒക്കെ ചെയ്യണം. എന്നിട്ട് നല്ല നടിയായിട്ട് മാറണം. കോമഡി നമ്മളെ കൽപ്പനയുടെ ഒക്കെ പോലെ നല്ലൊരു വളരാൻ വേണ്ടിട്ടേ ഞാനൊരു മരം നട്ടുണ്ട്. അതിന്റെ വെള്ളം ഞാൻ എന്നും കുടിക്കുന്നുണ്ട്. നേര് പറയും. ഇനി കുടിക്കുമ്പോ ഒരു തുള്ളിക്കും തരണട്ടാ. അതാണുങ്ങൾ കുടിക്കാൻ പാടില്ല, പെണ്ണുങ്ങൾ മാത്രമേ കുടിക്കും. അതെന്താ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ളത്? അത് പെൺവെള്ള. ആയിക്കോട്ടെ, അറിയില്ല. വേണ്ട വേണ്ട. ഞാൻ മരിച്ചു കഴിഞ്ഞാലേ നിങ്ങള് വേറെ പെണ്ണിട്ടോ? കെട്ടണ്ടേ? കെട്ടണ്ടണെങ്കി കെട്ടണണ്ട. കെട്ടണ്ടണ വേണണ്ട വേണ്ടണ വേണ്ടണെന്നല്ലെങ്കിൽ ആളുകളല്ല കോമഡി പറയണ്ട. എന്റെ കൂടെ അല്ലടി ഞാൻ കുറച്ചു കാലായിട്ട്. എന്റെ കോമഡി വളരുമല്ലോ. നിങ്ങള് കെട്ടണം, ഇതാണ് എന്റെ അഭിപ്രായം. കെട്ടും. നല്ല നമ്മുടെ മക്കളൊക്കെ നോക്കാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. നിങ്ങൾ ഓളെ കെട്ടിക്കഴിഞ്ഞ എന്റെ സാരി മൊത്തം ഓൾക്ക് കൊടുത്തോ? ഓക്കെ, എന്റെ സാരി മൊത്തം ഓൾക്ക് കൊടുക്കാം. സാരി ഓൾക്ക് മാച്ചാവും. അപ്പോ ഓക്കെ ഓക്കെ, സാരി കൊടുക്കാം സമ്മതിച്ച്. പക്ഷെ നമ്മളെ കല്യാണത്തിന്റെ ആ സാരി ഇല്ലേ, അത് മാത്രം കൊടുക്കൂല. ഒരോർമ്മയ്ക്ക് അവിടെ ഇരുന്നോട്ടെ. നല്ല തടിയുള്ള പെണ്ണ് കിട്ടിയാ മതി ട്ടാ. എനിക്ക് സ്ലിം ബ്യൂട്ടിയാണ് ഇഷ്ടം. നല്ല കളറുള്ള പെണ്ണ് കെട്ടണം കേട്ടോ നിങ്ങള്. അതൊക്കെ ഞാൻ അങ്ങനെ തന്നെ. കളറുണ്ട്, കളറുള്ള പെണ്ണിനെ തന്നെ ഞാൻ കിട്ടുള്ളൂ. വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം കേട്ടാ. വണ്ടി ഓടിക്കാൻ ഓൾറെഡി അറിയണ ഒരു പെണ്ണിനെ ഞാൻ കിട്ടുള്ളൂ. ഞാൻ ആരാച്ചിട്ടാ ജി, നമ്മളെപ്പോഴും അഡ്വാൻസ്ഡ് ആണ്, മുൻകൂട്ടിയിട്ടാണ്. ഇനി എന്താ വേണ്ടത്? അല്ലേ, നല്ലോണം വെച്ചുണ്ടാക്കാനൊക്കെ അറിയണ ഒരു പെണ്ണെ കെട്ടണം കേട്ടാ. എന്നാലും എന്റെ മക്കള് പട്ടിണി നടക്കാതിരിക്കുള്ളൂ. നല്ലോണം വെച്ചുണ്ടാക്കാൻ അങ്ങനത്തെ പെണ്ണിനെ തന്നെ. പാട്ട് പാടാനൊക്കെ നല്ലോണം കഴിവുള്ള പെണ്ണ് കിട്ടുമോ? പാട്ട് പാടാൻ കഴിവ് ഉണ്ടോ ഇല്ലേ എന്നുള്ളപ്പോ നമുക്ക് നോക്കാം. നല്ലൊന്ന് അന്വേഷിച്ചിട്ട് മാക്സിമം അതിന് വേണ്ടി ട്രൈ ചെയ്യും. നമ്മള് നല്ല മുടിയുള്ള പെണ്ണ് കിട്ടിയാൽ മതി കേട്ടാ. മുടിയുള്ള പെണ്ണിനെ ഞാൻ കെട്ടൂല. കാരണം എന്റെ മുടി കൊണ്ട് തന്നെ ഞാൻ കുടുങ്ങിയിരിക്കുന്നു. ചോറിൽ വരെ മുടിയാണ്. ഇവിടെ നടക്കണോടത്തൊക്കെ മുടിനാര്, ആ ചീർപ്പിന്റെ മുകളിലൊക്കെ മുടിയാണ്. അപ്പൊ മുടിയുള്ള പെണ്ണിനെ വേണ്ട, കുറച്ച് മതി. സോറി. ആയിക്കോട്ടെ. ഞാൻ മരിച്ചാലും നല്ല വൃത്തിയുള്ള പെണ്ണ് കിട്ടിയാൽ മതി. അത് ഓൾക്ക് വൃത്തിണ്ട്, നല്ല വൃത്തിണ്ട്, അത് തന്നെ കിട്ടുള്ളൂ. ആർക്ക്? ആർക്ക്? അല്ല, വൃത്തിയുള്ള പെണ്ണിനെ കിട്ടുള്ളൂ. അത് ഓൾക്ക് നല്ല വൃത്തിണ്ട്, ഓൾ തന്നെ ഞാൻ കിട്ടുള്ളൂ. ആർക്ക്? കെട്ടുന്ന പെണ്ണിനെ വൃത്തി ഉണ്ടാവണല്ലോ. അങ്ങനെയല്ലേ നിങ്ങൾ പറഞ്ഞത്? ഓൾക്ക് നല്ല വൃത്തിണ്ട്, ഞാൻ ഓളിനെ കിട്ടു. ഓൾക്ക് വണ്ടി ഓടിക്കാൻ അറിയാ, ല്ലേ? ഓൾക്ക് മുടിയില്ല, ല്ലേ? ഓൾക്ക് നല്ല കളറുണ്ട്, ഓൾക്ക് നല്ല തടിയുണ്ട്. പറയുന്നു ആരാ? എന്താണക്ക്? നിങ്ങളുടെ ഫോണോ? ആരാ? ഞാൻ ഈ പറഞ്ഞതിനെ ഒപ്പിച്ചാണ് പറഞ്ഞേക്ക്. അല്ലടി അങ്ങനൊന്നും ഇല്ല. പാസ്വേഡാ? മോന്തൊക്കെ പാസ്വേഡ് ഉണ്ടാ? പിടിക്ക് എങ്ങനെ പിടിക്ക്. എന്തിനാണ് എന്താണത്? അല്ല ഇല്ല, ഞാൻ വെറുതെ പറഞ്ഞാണ് കാട്ടിയ. കളിക്കാൻ നിക്കല്ലേ കേട്ടോ, കളിക്കാൻ നിക്കല്ലേ. ഷൈനാരാ? ഷൈനാരാ? അതെ, പിന്നെ നമ്മളെ ആസിയുടെ ഭാര്യ ആര്യ. ആസിയാണ് അപ്പൊ നമ്പർ യൂസ് ചെയ്യുന്നത്. ഓനെ ഇപ്പൊ വിളിച്ചു നോക്ക്. എന്ത് പോട്ടെ നോക്കട്ടെ, പറഞ്ഞ പോലെ ഈ പോട്ടെ. മരണമായി തീർന്നല്ലോ തമ്പുരാനെ. പൊതു കുടുംബം കലങ്ങ അങ്ങനെ ഓരോന്ന്. ഞാൻ ഈ പോത്തുപട കുത്തിരുന്നിട്ട് തമാശ പറയല്ലേ വിചാരിച്ചിട്ട് എന്തൊരു കഥയാണ്.
ഈ ഫേസ് ലോക്ക് ഒഴിവാക്കാൻ നല്ലത്. ഏടിയേ അത് വാട്സപ്പിൽ ആരോ അയച്ചതാണ്, ഞാനല്ലട്ടാ. കുടുങ്ങി ചാവ് കഞ്ഞി നല്ലത്. എന്തു ചെയ്യും?